നമുക്ക് 26 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ദ റോങ് ആൻസർ. ഇതിൽ തെറ്റായ ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വായിക്കാം. വെൻ ദ ഡിഫെൻഡൻറ്റ് ഇൻവേഡ്സ് ഓർ ത്രെട്ടൻ ടു ഇൻവേഡ് ദ പ്ലെയിൻറ്റിഫ്സ് റൈറ്റ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ദ കോർട്ട് മേ ഗ്രാൻറ്റ് എ പെർപെക്ച്വൽ ഇൻജങ്ഷൻ ഇൻ ദ ഫോളോയിങ് കേസസ്. ഒരു ഡിഫെൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ റൈറ്റ് കർട്ടൽ ചെയ്താൽ, അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയോ അതിക്രമിച്ച് കയറുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫിൻ്റെ റൈറ്റ്, അതിൽ തെറ്റായ ആൻസർ എന്തൊക്കെയാണ്? കോടതിക്ക് എപ്പോഴൊക്കെ ഗ്രാൻറ്റ് ചെയ്യാം ഇഞ്ചക്ഷൻ? ഈ പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള ഇഞ്ചക്ഷനാണ്. ടെമ്പററി ഇഞ്ചക്ഷനുണ്ട്, ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം ആലോചിച്ച് ചെയ്യുന്ന ഇഞ്ചക്ഷനാണ് ടെമ്പററി ഇഞ്ചക്ഷൻ. പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള ഇഞ്ചക്ഷനാണ്. പെർമനൻറ്റ് പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയും. അതിനാണ് പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 38 ഓഫ് സ്പെസിഫിക് റിലീഫ് ആക്ടിനകത്താണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ 38 ഓഫ് സ്പെസിഫിക് റിലീഫ് ആക്ട് എന്താണ് എന്ന് നോക്കാം. 38 പറഞ്ഞിട്ടുള്ള പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ വെൻ ഗ്രാൻറ്റഡ്, എപ്പോഴൊക്കെ പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ കൊടുക്കണം? സബ്ജക്റ്റ് ടു ദ അതർ പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ ഓർ റെഫേർഡ് ഇൻ ടു ബൈ ദിസ് ചാപ്റ്റർ, എ പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ മേ ബി ഗ്രാൻറ്റഡ് ടു ദ പ്ലെയിൻറ്റിഫ് ടു പ്രിവെൻറ്റ് ദ ബ്രീച്ച് ഓഫ് ആൻ ഒബ്ലിഗേഷൻ എക്സിസ്റ്റിംഗ് ഇൻ ഹിസ് ഫേവർ വെദർ എക്സ്പ്രസ്ലി ഓർ ബൈ ഇംപ്ലിക്കേഷൻ. അതായത് അയാളുടെ ഫേവറിൽ, അയാളുടെ ഒബ്ലിഗേഷനാണ്, അയാൾ അതിനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻറ്റിഫിൻ്റെ റൈറ്റിനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോടതിയെ സമീപിക്കാം, അയാൾക്ക് ഇഞ്ചക്ഷൻ വാങ്ങിക്കാം. അപ്പോൾ കോടതി ഇഞ്ചക്ഷൻ ഗ്രാൻറ്റ് ചെയ്യണം. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഇംപ്ലൈഡ് ആണ്. പ്രത്യേകിച്ച് ഒരാളും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രോപ്പർട്ടി, എൻ്റെ റൈറ്റ്, എൻ്റെ കാര്യം, അത് വേറെത്തന്നെ അതിൻ്റെ അകത്ത് കയറി തടയാനായിട്ട് ആർക്കും അധികാരമില്ല. അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോടതിയെ സമീപിക്കാം. പക്ഷേ എക്സ്പ്രസ് ആണെങ്കിൽ, നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ കോടതി എന്ത് ചെയ്യണം? അത് രണ്ടാമത്, വെൻ എനി സച്ച് ഒബ്ലിഗേഷൻ എറൈസസ് ഫ്രം കോൺട്രാക്ട് ദ കോർട്ട് ഷാൽ ബി ഗൈഡഡ് ബൈ ദ റൂൾ ആൻഡ് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 2. ഇതൊക്കെ റിക്കവറി ഓഫ് പൊസഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് തമ്മിലുള്ളതാണെങ്കിൽ കോടതി ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ പ്രൊവിഷൻസൊക്കെ നോക്കിയിരിക്കണം. ചാപ്റ്റർ 2 പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തത്, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വെൻ ദ ഡിഫെൻഡൻറ്റ് ഇൻവേഡ്സ് ഓർ ത്രെട്ടൻസ് ടു ഇൻവേഡ് ദ പ്ലെയിൻറ്റിഫ്സ് റൈറ്റ് ടു ഓർ ടു എൻജോയ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ദ കോർട്ട് മേ ഗ്രാൻറ്റ് എ പെർപെച്വൽ ഇൻജക്ഷൻ ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ പറയുന്ന കാര്യങ്ങളിൽ കോടതിക്ക് ഡിഫെൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ റൈറ്റിനെ കർട്ടൈൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാം. അതിൽ ഒന്നാമത്തത്, വേർ ദ ഡിഫെൻഡൻറ്റ് ഈസ് എ ട്രസ്റ്റി ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫിൻ്റെ ട്രസ്റ്റിയാണ്, പ്രോപ്പർട്ടി നോക്കാനായിട്ട് ഉള്ള ഒരാളാണ്, ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ്, അയാളാണ് ഇത് വയലേറ്റ് ചെയ്തതെങ്കിൽ കോടതിക്ക് ഗ്രാൻറ്റ് ചെയ്യാം. 2, വേർ ദെയർ എക്സിസ്റ്റ് നോട്ട് സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജ് കോസ്ഡ് ഓർ ലൈക്ലി ടു ബി കോസ്ഡ് ബൈ ദ ഇൻവേഷൻ. ആക്ച്വൽ ഡാമേജ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ഡാമേജ് കോടതിക്ക് തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. നടന്നു കഴിഞ്ഞാൽ നടത്താൻ സാധ്യത ഉണ്ടെങ്കിൽ, പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ഡാമേജ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിൽ കോടതിക്ക് ഇഞ്ചക്ഷൻ ഗ്രാൻറ്റ് ചെയ്യാം. മൂന്നാമത്തത്, വേർ ദ ഇൻവേഷൻ ഇൻ സച്ച് ദാറ്റ് ദ കോമ്പൻസേഷൻ ഇൻ മണി വുഡ് നോട്ട് അഫോർഡ് അഡിക്വേറ്റ് റിലീഫ്. വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, അവർക്ക് ഇമോഷണലി മെൻ്റലി ഒരു പ്ലെയിൻറ്റിഫിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ്, ഒരു കാര്യമാണ്. അതിനെയാണ്, അത് പൈസയൊന്നും കൊണ്ടൊന്നും നമുക്കത് തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് നശിപ്പിക്കാൻ പോകുന്നതെങ്കിൽ കോടതിക്ക് ഇഞ്ചക്ഷൻ ഗ്രാൻറ്റ് ചെയ്യാം. 4, വേർ ദ ഇഞ്ചക്ഷൻ നെസസറി ടു പ്രിവെൻറ്റ് മൾട്ടിസിപ്ലിസിറ്റി ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് കേസ് തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും, അടിയും പിടിയൊക്കെ ഉണ്ടായി, പിന്നെ അടുത്ത കേസുകൾ, അതിൻ്റെ അടുത്ത കേസുകൾ, അങ്ങനെ വന്ന് കേസ് കൊണ്ട് കൂമ്പാരവും. അപ്പോൾ അതിനെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടും കോടതിക്ക് ഒരു ഇഞ്ചക്ഷൻ ഗ്രാൻറ്റ് ചെയ്യാം. ഈ 4 കണ്ടീഷൻ മാത്രമേ ഇഞ്ചക്ഷൻ കോടതിക്ക് ഗ്രാൻറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് റോങ് ആൻസർ അപ്പോൾ ഏതാണ്? ഇതിൻ്റെ അകത്ത് സി ആണ്. ബാക്കി 3 നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും ഡിയും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സി മാത്രം പറഞ്ഞില്ല. വെൻ ദ ഡിഫെൻഡൻറ്റ് ഹൂ ഈസ് എ കോ ഓണർ അറ്റംപ്റ്റ്സ് ടു ട്രെസ്പാസ് ഇൻ ടു ദ കോ ഓണർഷിപ്പ് പ്രോപ്പർട്ടി. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 പേരുടെ പേര് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അവർക്ക് എത്ര റൈറ്റ് ഉണ്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഏത് ഭാഗമോ ഒന്നോ പാർട്ടീഷനോ ഒന്നുമില്ല, ഒരുമിച്ച് കിടക്കുകയാണ്. അവിടെ ഒരു ആൾ വന്ന് കയറി കഴിഞ്ഞാൽ അയാളെ കോടതിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്ക് മറ്റേയാൾക്കും നമുക്ക് എവിടെയാണ് അയാളുടെ പ്രോപ്പർട്ടി എന്നോ ഏതാണെന്നോ വ്യക്തമായി തിരിച്ച് രണ്ടുപേരും പേരിലോട്ട് മാറ്റിയാൽ മാത്രമേ ആ റൈറ്റ് അവർക്ക് വരത്തുള്ളൂ. അപ്പോൾ ഒരുമിച്ച് കിടക്കുമ്പോഴത്തേക്ക് അത് ഗ്രാൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ. സി ആണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി. അടുത്ത നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്, തെറ്റാണോ ശരിയാണോ എന്ന് പറയണം. എ മൈനർ മേ ഡ്രോ, എൻട്രോസ്, ഡെലിവർ ഓർ നെഗോഷിയേറ്റ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് സോ ആസ് ടു ബൈൻഡ് ഓൾ പാർട്ടീസ് എക്സെപ്റ്റ് ഹിംസെൽഫ്.
അദ്ദേഹത്തിന്, അതായത് ഒരു കുട്ടിക്ക് ഡ്രോ ചെയ്യാം, എൻട്രോസ് ചെയ്യാം, ഡെലിവറി ചെയ്യാം, ഒരു നെഗോഷ്യബിൾ. ഫോർ എക്സാമ്പിൾ ഒരു ചെക്ക് ആയിക്കൊള്ളട്ടെ, ഒരു മൈനർ 18 വയസ്സാവാത്ത ഒരു പയ്യൻ നമുക്കൊരു ചെക്ക് എഴുതി തന്ന് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി മാറാൻ പറ്റുമോ? പറ്റും. പക്ഷേ നമ്മളവിടെ ബാങ്കിൽ കൊണ്ടുപോയി എന്ന് വെച്ചോ. അപ്പോൾ നമുക്കിത് നോക്കേണ്ടത് ഇതിൻ്റെ പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറ്റും എവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് സെക്ഷൻ 26 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിനകത്താണ് പറയുന്നത്. ഈ ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇത് മൂന്നും പറഞ്ഞിരിക്കുന്നത് 4, 5, 6 സെക്ഷനുകളിലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിനകത്താണ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ നമുക്ക് സെക്ഷൻ 26-നകത്താണ് മൈനറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള. ആ 26 നോക്കാം. കപ്പാസിറ്റി ടു മേക്ക് എക്സെട്ര, പ്രോമിസറി നോട്ട് എക്സെട്ര. കപ്പാസിറ്റി ടു മേക്ക് പ്രോമിസറി നോട്ട്. അപ്പോൾ അതിൻ്റെ എവരി പേഴ്സൺ ഈസ് കേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ് അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ് may bind himself and be bound by making, drawing, acceptance, endorsement, delivery of negotiable instrument of a promissory note, bill of exchange or check. കേപ്പബിൾ ആയിട്ടുള്ള ഏത് മനുഷ്യനും പ്രോമിസറി നോട്ട്, ചെക്കും ഇതൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കുക, എഴുതാൻ, എന്ത് വേണോ ചെയ്യാം. ഇപ്പോൾ മൈനർക്ക് നോർമലി ഒരു കേസസിലും മൈനർക്ക് പറ്റത്തില്ല ഇല്ലേ? പക്ഷേ ഇതിൽ പറ്റുമോ നമുക്ക് നോക്കാം. അതിൻ്റെ 26-നകത്ത് തന്നെ പറയുന്നുണ്ട്, എ മൈനർ മേ ഡ്രോ, എൻട്രോസ്, ഡെലിവർ and negotiate such instrument so as to bind all the parties except himself. നമ്മളത് എഴുതി കഴിഞ്ഞാൽ എല്ലാ പാർട്ടീസിനും അത് ബൈൻഡിങ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് മാത്രം അത് ബൈൻഡിങ് ഇല്ല. നത്തിങ് ഹിയർ ഇൻ കണ്ടെയ്ൻ ഷാൽ ബി ഡീംഡ് ടു എംപവർ ദ കോർപ്പറേഷൻ ടു മേക്ക്, എൻട്രോസ്, അക്സെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എക്സെപ്റ്റ് ദീസ് കേസസ് ഇൻ വിച്ച് അണ്ടർ ദ ലോ ഫോർ ടൈമിങ് ഇൻ ഫോഴ്സ് ദേ ആർ സോ എംപവർഡ്. നമ്മളത് നോക്കണ്ട, നമ്മൾ മൈനർ മാത്രം നോക്കിയാൽ മതി. മൈനറിൻ്റെ അകത്ത് മൈനർക്ക് കൊടുക്കാം. പക്ഷേ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഡിസോണറായി എന്ന് വെച്ചാൽ പൈസ ഇല്ല, കേസ് കൊടുക്കാൻ പറ്റുമോ മൈനർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്? പറ്റില്ല. എന്തുകൊണ്ടാണ്? എക്സെപ്റ്റ് ഹിംസെൽഫ്, അദ്ദേഹത്തിന് അത് ബൈൻഡിങ് അല്ല, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ട്രൂ, ബി ഫാൾസ്, സി പാർട്ട്ലി ട്രൂ. എ മൈനർ ക്യാൻ ഓൺലി ഡ്രോ സച്ച് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബൈൻഡ്സ് ഓൾ പാർട്ടീസ് ഇൻക്ലൂഡിങ് ഹിംസെൽഫ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഡി പാർട്ട്ലി ട്രൂ, എ മൈനർ മേ നെഗോഷിയേറ്റ് സച്ച് ഇൻസ്ട്രുമെൻറ്റ് ബൈൻഡിങ് ഓൾ പാർട്ടീസ് ഇൻക്ലൂഡിങ് ഹിംസെൽഫ്. അപ്പോൾ ഇൻക്ലൂഡിങ് ഹിംസെൽഫേ അല്ല, ആൻസർ അല്ല. പിന്നെ ഫാൾസും അല്ല. ഇതിൻ്റെ ആൻസർ ട്രൂ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സത്യസന്ധമായി സെക്ഷൻ 26 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എ ട്രൂ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ചെക്ക് ഈസ് ക്ലോസ്ഡ് ജനറലി ദ ബാങ്കർ ഓൺ ഹൂം ഇറ്റ് ഈസ് ഡ്രോൺ ഷാൾ നോട്ട് പേ ഇറ്റ് അതർവൈസ് ദാൻ ടു ഡാഷ്. അതിൻ്റെ ആൻസർ 4 ഉണ്ട്, അത് നോക്കാം. അതിൽ എ എന്ന് പറയുന്ന എ ബാങ്കർ, ബി എന്ന് പറയുന്ന എ ബാങ്കർ ടു ഹൂം ഇറ്റ് ഈസ് ക്ലോസ്ഡ്, സി എന്ന് പറയുന്ന ആൻ ഏജൻറ്റ് ഓഫ് ദ ബാങ്കർ, ഡി എന്ന് പറയുന്ന ഡ്രോയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 126 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 അകത്താണ്. അത് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്ലോസ്ഡ് ജനറലി. വേറെ ചെക്ക് ഈസ് ക്ലോസ്ഡ് ജനറലി ദ ബാങ്കർ ഓൺ ഹൂം ഇറ്റ് ഈസ് ഡ്രോൺ ഷാൾ നോട്ട് പേ ഇറ്റ് അതർവൈസ് ദാൻ ടു എ ബാങ്കർ. അതായത് ഒരു വര വരച്ചിട്ടുണ്ട്, 2 വര വരച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെക്ക്. അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയിരിക്കാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആർക്ക് കൊടുക്കണം? ബാങ്കർ വഴി മാത്രമേ അത് കളക്ഷൻ എടുക്കാൻ പാടുള്ളൂ. ആരെങ്കിലും കൊണ്ടുവന്നാൽ ഡയറക്റ്റായിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, സാധാരണ ചെക്ക് പോലെ. അതുകൊണ്ട് ക്രോസ്ഡ് ചെക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ബാങ്കർ വഴി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ ആണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യലി. Where a check is crossed specially, the banker on whom it is drawn shall not pay it otherwise than to a banker to whom it is crossed or his agent for collection. അതായത് സ്പെഷ്യലി ക്രോസ് ചെയ്യാന്ന് പറയുന്ന 2 വര വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് പ്രത്യേക ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരാളുടെ അക്കൗണ്ട് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ വഴിയേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ അക്കൗണ്ട് നമ്പർ വഴി, അല്ലാതെ വേറൊരു രീതിയിലും കൊടുക്കാൻ പാടില്ല. അതാണ് സ്പെഷ്യൽ ക്രോസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അതല്ല ആവശ്യം, നമുക്ക് ജനറൽ ക്രോസിംഗ് ആണ്, അത് ബാങ്കർ വഴിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എ ആണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഇൻസ്ട്രുമെൻറ്റ് മീൻസ്. സെക്ഷൻ 3 അകത്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ക്ലാസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അറ്റസ്റ്റഡ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, രജിസ്റ്റേർഡ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, അറ്റാച്ച്ഡ് ടു ദ എർത്ത് എന്തെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ്
ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ. ഇൻസ്ട്രുമെൻറ്റ് മീൻസ് നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? അതെന്താണ് നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്? ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ടെസ്റ്റേറ്റർ കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ടെസ്റ്റേറ്റർ കൊടുക്കുന്നത്? വില്ല്. അതവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തതെല്ലാം നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ വരുന്നത്? സെയില്, മോർഗേജ്, ചാർജ്, ലീസ്, എക്സ്ചേഞ്ച്, ഗിഫ്റ്റ്, ഇതൊക്കെ വരും. ഇതൊക്കെ നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണെന്ന്. അപ്പം ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തത്, ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് അല്ല വില്ലല്ലാത്തത്, വിൽപത്രം അല്ലാത്തത്, ഒരാളുടെ മരണപത്രം, മരിച്ചതിന് ശേഷം അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ്. ആൻസർ ഈസ് എ, നോൺ ടെസ്റ്റാമെൻ്ററി ഇൻസ്ട്രുമെൻ്റ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കോൺട്രാക്ട്സ് ടു സെൽ എ പ്രോപ്പർട്ടി ടു ബി. ബിയുമായ ഒരു കോൺട്രാക്റ്റ് കൊണ്ടുവന്നു വിൽക്കാനായിട്ട്. വൈൽ ദ കോൺട്രാക്റ്റ് ഈസ് സ്റ്റിൽ ഇൻ ഫോഴ്സ് ഹി സെൽസ് ദ പ്രോപ്പർട്ടി ടു സി. സിക്ക് വിറ്റു. ഹു ഹാസ് നോട്ടീസ് ഓഫ് ദ കോൺട്രാക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, അതുകൊണ്ടാണ്. ക്യാൻ ബി എൻഫോഴ്സ് ദ കോൺട്രാക്റ്റ് അഗെയിൻസ്റ്റ് എനി വൺ? വാട്ട് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി? നമ്മളിത് എങ്ങനെ എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് സെക്ഷൻ 40 ആണ് നോക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത പോലെ തോന്നും. നമുക്കൊരു സെക്ഷൻ 40 നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ബർഡൻ ഓഫ് ഒബ്ലിഗേഷൻ ഇമ്പോസിങ് റെസ്ട്രിക്ഷൻ ഓൺ യൂസ് ഓഫ് ലാൻഡ്. നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫുൾ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ പകുതി ഭാഗം നമ്മൾ വേറൊരാൾക്ക് വിറ്റ്, ഹാഫ് പോർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് വി ആർ ഇൻറ്റൻറ്റിങ് ടു സെൽ ദ ഹാഫ് പോർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. നമ്മളെ ഇൻറ്റൻഷനുണ്ട്. നമ്മളത് വിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക്, ഒരാളെ എ എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടി ബി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കെ നമ്മൾ ബിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ വയ്ക്കുകയാണ്. നിങ്ങൾ ഒരു നെഗറ്റീവ് കണ്ടീഷൻ, വലിയ ബിൽഡിങ് എൻ്റെ പ്രോപ്പർട്ടിയിൽ, എൻ്റെ വീടിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കെട്ടാൻ പാടില്ല എന്ന് പറയാണ്. എൻ്റെ വീടിനെ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചമൊന്നും നമുക്ക് കിട്ടത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വച്ചിരിക്കുകയാണ്. പക്ഷേ ആ കോൺട്രാക്റ്റ് നടന്നില്ല. പകരം വേറൊരാൾക്ക് വിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് വിറ്റു എന്ന് തന്നെ വിചാരിച്ചോളൂ. ആ വിറ്റ് കിട്ടിയ ആൾ വേറൊരാൾക്ക് അത് വിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അയാളും ഈ സെയിം നോട്ടീസ് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വലിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ. അയാൾക്ക് ഈ നോട്ടീസ് ബൈൻഡിങ് ആണോ? അതായത് എ ബിക്ക് കൊടുത്ത നോട്ടീസാണ്, അത് സിക്ക് ബൈൻഡിങ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതാണ് വെയർ ഫോർ മോർ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റ്. അതാണ് ബർഡൻ ഓഫ് ഒബ്ലിഗേഷൻ ഇമ്പോസിങ് റെസ്ട്രിക്ഷൻ ഓൺ യൂസ് ഓഫ് ലാൻഡ്. വെയർ ഫോർ വൺ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റ് ഓഫ് ഹിസ് ഓൺ immovable property, a third person has independently of any interest in the immovable property of another or any easement thereon or the right to restrain the enjoyment in a particular manner of the later property or of obligation annexed to ownership but not amounting to interest or easement, where the third person is entitled to the benefit of an obligation arising out of the contract and annexed to the ownership of immovable property but not amounting to the interest therein or easement therein, so such right or obligation may be enforced against the transferee with a notice thereof or a gratuitous transferee of the property affected thereby, but not against the transferee for consideration and without notice of the right or obligation, not against such a property in his hands. അതിനകത്ത് ഇല്ലുസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. എ കോൺട്രാക്ട്സ് ടു സെൽ സുൽത്താൻപൂർ ടു ബി. വൈൽ ദ കോൺട്രാക്ട് ഈസ് സ്റ്റിൽ ഇൻ ഫോഴ്സ് ഹി സെൽസ് സുൽത്താൻപൂർ ടു സി. ഹു ഹാസ് നോട്ടീസ് ഓഫ് ദ കോൺട്രാക്ട്? ബി മേ എൻഫോഴ്സ് ദ കോൺട്രാക്ട് അഗെയിൻസ്റ്റ് സി ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് അഗെയിൻസ്റ്റ് എ. ഇതിൻ്റെ അകത്ത് ബിക്ക് സിക്ക് അഗെയിൻസ്റ്റ് പോലെ തന്നെ എക്ക് അഗെയിൻസ്റ്റ് പോലെ തന്നെ സിക്ക് എതിരെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഇതിൻ്റെ അകത്ത് ആൻസർ എന്താണ്?
എവിടെയാണ് കിടക്കുന്ന ഡി ആണ്. ബി മേ എൻഫോഴ്സ് ദ കോൺട്രാക്റ്റ് അഗെയിൻസ്റ്റ് സി ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് അഗെയിൻസ്റ്റ് എ. ഇവിടെ രണ്ട് കവനൻ്റ് ആണ് വരുന്നത്, പോസിറ്റീവ് കവനൻറ്റും നെഗറ്റീവ് കവനൻറ്റും. പോസിറ്റീവ് കവനൻസ് ഒന്നും തന്നെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, നെഗറ്റീവ് കവനൻസ് ആണ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒബ്ലിഗേഷൻ ഇമ്പോസിങ് റെസ്ട്രിക്ഷൻ ഓഫ് യൂസ് ഓഫ് ലാൻഡ്. അത് സെക്ഷൻ 11 TP ആക്റ്റൊക്കെ ആപ്ലിക്കബിൾ ആണ്. അത് തൊട്ടടുത്ത് കിടക്കുന്ന, നമ്മളെ പെരയിടത്ത് നിന്ന് മുറിച്ച് വിൽക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന പെരയിടക്കാരനാണ് എങ്കിൽ അവർക്ക് എൻജോയ്മെൻറ്റിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യവും അവർക്കവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ വച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈൻഡിങ് ആണ് എല്ലാവർക്കും. പക്ഷേ നോട്ടീസ് കമ്പൽസറി ആണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് നോട്ടീസ് പറ്റത്തില്ല. കൺസിഡറേഷൻ നെസസറി അല്ല, കൺസിഡറേഷൻ്റെ ആവശ്യമില്ല, പക്ഷേ നോട്ടീസ് നെസസറി ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോട്ടീസ് ഇത് ഈസ്മെൻ്റ് റൈറ്റ് മാത്രമല്ല അല്ലാത്ത റൈറ്റുകളെ ബാധകമാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. ഈസ്മെൻ്റ് റൈറ്റ്, ഇതിപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈസ്മെൻ്റ് റൈറ്റ് ആണ്. കാരണം ഒരു ആളുടെ വീട്ടിലോട്ട് പ്രകാശം വന്നില്ല എങ്കിൽ അവർക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വീടിന് വെളിച്ചത്തിനെ തടയുന്ന രീതിയിലൊരു കൺസ്ട്രക്ഷൻ ഈസ്മെൻ്റ് റൈറ്റ് പ്രകാരം അവർക്കത് അതിനുള്ള അവകാശമുണ്ട്, അത് തടയാൻ പാടില്ല. അപ്പം ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂ ചെയ്യും. an obligation arising out of contract annexed the ownership of but not amounting to an interest therein or easement therein. Such a right or obligation may be enforced against the transferee with a നോട്ടീസോട് കൂടി, thereby gratuitous transferee of the property affected thereby. അതുകൊണ്ട് തന്നെ gratuitous transfereeയും അത് അഫക്റ്റ് ചെയ്യും. But not against a transferee for consideration or and without a notice. നോട്ടീസ് കമ്പൽസറി ആണ്. ഇത് സെക്ഷൻ 11 ചേർത്ത് വേണം ഇത് വായിക്കാനുള്ളത്. സെക്ഷൻ 11 കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഇതെന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി മേ എൻഫോഴ്സ് ദ കോൺട്രാക്റ്റ് അഗെയിൻസ്റ്റ് സി ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് അഗെയിൻസ്റ്റ് എ. അതാണ് ആൻസർ, ഡി ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ 31. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 4 എണ്ണം ഉണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് പറയണം. ഇത് സെക്ഷൻ 55 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ബയർ ആൻഡ് സെല്ലർ. അതിൽ സെല്ലറിൻ്റെ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തതാണ് എ എന്ന് പറയുന്നതാണ് to disclose to the buyer any material defect in the property or in the seller's title thereto of which the seller is and the buyer is not aware and which the buyer could not with ordinary care discover. നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഡിഫക്റ്റ് അവരുടെ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ അത് ബയറിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ബയറിന് നോർമൽ രീതിയിൽ വന്ന് നോക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവാത്ത ഒരു ഡിഫക്റ്റ് ആയിരിക്കും. അത് സെല്ലർക്ക് അറിയാം, അയാൾ വർഷങ്ങളായിട്ട് അനുഭവിച്ച് വരുന്നതാണ്. ഒരുപക്ഷെ ആ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ വിൽക്കുന്നത്. അത് മറ്റവൻ്റെ മണ്ടയിലോട്ട് വച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ഒരു സെല്ലറിൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ടു ദ ബയർ ഓൺ ഹിസ് റിക്വസ്റ്റ് ഓൾ എക്സാമിനേഷൻ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ റിലേറ്റിംഗ് ടു ദ പ്രോപ്പർട്ടി വിച്ച് ആർ ഇൻ ദ സെല്ലേഴ്സ് പൊസഷൻ ഓർ പവർ. ബയർ ആവശ്യപ്പെടുമ്പോഴത്തേക്കും നമ്മൾ, അതായത് സെല്ലർ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ മൊത്തം കാര്യങ്ങളും കൃത്യമായി മറച്ച് വയ്ക്കാതെ കൃത്യമായും ബയറിൻ്റെ അടുത്ത് കൊടുക്കണം. കാരണം അവർക്കത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സെല്ലർ കൊടുത്തിരിക്കണം. മൂന്നാമത്തെ ടു ആൻസർ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് ഇൻഫർമേഷൻ ഓൾ റെലവൻറ്റ് ക്വസ്റ്റ്യൻ പുട്ട് ടു ഹിം ബൈ ദ ബയർ ഇൻ റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ഓർ ദ ടൈറ്റിൽ thereto. അവരുടെ ബെസ്റ്റ് ഓഫ് ഇൻഫർമേഷനിൽ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും സെല്ലർ ബയറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കണം. ഈ കാര്യവും നമ്മുടെ ആൻസറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇതിൻ്റെ റോങ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത് അത് കൃത്യമായ പ്രോപ്പർ ടൈമും പ്ലേസും ഒക്കെ കൃത്യമായും സെല്ലർ ബയർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ദ കോൺട്രാക്ട് സെയിൽ ഡേറ്റ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ദ ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി ടു ടേക്ക് ആസ് മച്ച് കെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ഓൾ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ റിലേറ്റിംഗ് thereto which are in his possession as an owner of ordinary prudence would take such a property and documents. നമ്മളിപ്പോൾ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു. അത് ഡെലിവറി ഓഫ് പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെയും സെല്ലർ എന്ത് ചെയ്യണം,
നോർമൽ ഓർഡിനറി പ്രുഡൻറ്റ് മാൻ എങ്ങനെയാണോ നോക്കുന്നത്, നോർമലി നമ്മൾ പ്രോപ്പർട്ടിയും ഡോക്യുമെൻറ്റ്സ് അതുപോലെ നോക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ നശിപ്പിക്കാം. പല ആൾക്കാരും ഇപ്പോൾ വാഹനം വാങ്ങിച്ചിട്ട് വിൽക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വണ്ടി എടുത്ത് ദൂരെയൊക്കെ പോകും, കട്ടറിലൊക്കെ കയറ്റി ഓടിച്ച് പരിവാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അതിനെങ്ങനെ നശിപ്പിക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം നമ്മൾ കൈ കളയുകയാണല്ലോ. അങ്ങനെ ചെയ്യരുത്. ഇത് വാഹനത്തിൻ്റെ കാര്യമില്ല, ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യം മാത്രമേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിത് പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ആണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ടു ഗീവ് ഓൺ ബീയിങ് സോ റിക്വേർഡ് ദ ബയർ ഓർ സച്ച് പേഴ്സൺ ആസ് ഹി ഡയറക്ട്സ് സച്ച് പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് ഇറ്റ്സ് നേച്ചർ അഡ്മിറ്റ്. അതുപോലെ തന്നെ ബയർ ആവശ്യപ്പെടുകയാണ് ഇന്ന ആളുടെ കയ്യിൽ കൊടുക്കാനായിട്ട്, പൊസഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക. അടുത്തത് ടു പേ ആൾ പബ്ലിക് ചാർജസ് റെൻറ്റ് അക്രൂഡ് ഡ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രോപ്പർട്ടി അപ് ടു ദ ഡേറ്റ് ഓഫ് ദ സെയിൽ, ദ ഇൻട്രസ്റ്റ് ഓൺ ഓൾ എൻകംബ്രൻസസ് ഓൺ സച്ച് പ്രോപ്പർട്ടി ഡ്യൂ ഓൺ സച്ച് ഡേറ്റ് ആൻഡ് എക്സെപ്റ്റ് വെയർ ദ പ്രോപ്പർട്ടി ഈസ് സോൾഡ് സബ്ജക്റ്റ് ടു ദ എൻകംബ്രൻസസ് ടു ഡിസ്ചാർജ് ആൾ എൻകംബ്രൻസസ് ഓൺ ദ പ്രോപ്പർട്ടി ദെൻ എക്സിസ്റ്റ്. അതായത് നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അതിൻ്റെ എൻകംബ്രൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സും റെൻറ്റും ഒക്കെ അടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടും സെല്ലർ തന്നെ അടച്ചിരിക്കണം. അത് ബയറിൻ്റെ മണ്ടയിൽ കൊണ്ട് വെച്ച് കൊടുക്കല്. ബയറിൻ്റെ അടുത്ത് പറയുന്ന ടാക്സ് കഴിഞ്ഞ ഒരു വർഷത്തെ ടാക്സ് നിങ്ങൾ അടയ്ക്കണം, അതൊന്നും ശരിയുള്ള ഏർപ്പാടില്ല. അതൊന്നും ഈ ആക്ട് പ്രകാരം, ഈ ഒരു പ്രൊവിഷൻ പ്രകാരം അതൊക്കെ സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. സെല്ലർ അതൊക്കെ ചെയ്തുകൊണ്ട് വേണം ഇത് കൊടുക്കാനുള്ള. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ 3 ഓപ്ഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. 4ാമത്തെ ഓപ്ഷനാണ് വായിക്കാത്തത്. അതായത് ഡി ഓപ്ഷനാണ് നമ്മൾ വായിക്കാത്തത്. അതാണ് റോങ് ആൻസർ. ദ സെല്ലർ ഈസ് ബൗണ്ട് ടു ഹാൻഡ് ഓവർ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ഓൾ കേസസ് അറ്റ് ദ ടൈം എക്സിക്യൂട്ടിംഗ് ദ കോൺട്രാക്റ്റ് ഫോർ സെയിൽ. കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചില്ല ഇപ്പം ഇത്രയും വായിച്ചതിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അടുത്തത് നമ്മൾ 32ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. എ ഫോർഫീച്ചർ ഓഫ് ലീസ് അണ്ടർ സെക്ഷൻ 111G ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 മേ ബി വെയ്വ്ഡ് ബൈ. അപ്പോൾ വെയ്വ് ചെയ്യുമ്പോഴത്തേക്കാണ്, അത് 112-നകത്താണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 111Gക്കകത്ത് പറയുന്ന ഫോർഫീച്ചർ ഓഫ് ലീസ് എന്ന് പറയുന്നത് അതിന് സർട്ടൻ കണ്ടീഷൻ കൊണ്ടാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഫോർഫീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് വെയ്വ് ചെയ്യുന്ന സമയം എപ്പോഴാണ്? അപ്പോൾ ലീസ് നഷ്ടമായി, ലീസ് കഴിഞ്ഞു. പക്ഷേ എന്നാലും ലീസ് അത് കണ്ടിന്യൂ ചെയ്യും. അത് വെയ്വ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. അത് ഏതൊക്കെ സമയങ്ങളാണ് എന്ന് 112 പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് 111G എന്താണെന്ന് നോക്കാം. അത് ഒന്നാമത്തേത് ജിക്കകത്ത് പറയുന്നത്, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് സമയം, ഒരു ഫ്ലെക്സ് ഓഫ് സമയം ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലീസിന് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ലീസ് കഴിയും. അത് എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ലീസ് പോകും. അതുപോലെ തന്നെ ഒരു ലെസറിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു, ലെസറിൻ്റെ ടൈറ്റിൽ പെട്ടെന്ന് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് പറ്റും. അതുപോലെ തന്നെ മെർജർ കൂട്ടി യോജിച്ചാൽ, പിന്നെ എക്സ്പ്രസ് സറണ്ടർ, ഈ ലെസ്സി തന്നെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യണം, അതൊക്കെ വേണ്ട, അത് കണ്ടിന്യൂ ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇംപ്ലോയിഡ് സറണ്ടർ, ഇംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റെൻറ്റ് കൊടുക്കാതിരിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയാം, അയാൾ കളഞ്ഞിട്ട് പോയി എന്നുള്ളത്. അങ്ങനെയുള്ള സറണ്ടർ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനകത്ത് അതിൽ ഏറ്റവും ജി എന്ന് പറയുന്ന ക്ലോസിനകത്ത് പറയുന്നതാണ്, അതൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും ലീസ് ടെർമിനേറ്റ് ആവും. അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് 111-നകത്ത് നോക്കാം. ജിക്കകത്ത് പറയുന്നത് ഫോർഫീച്ചർ ഇൻ കേസ് ഓഫ് ലെസി ബ്രേക്സ് ആൻഡ് എക്സ്പ്രസ് കണ്ടീഷൻ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ഓൺ ദ ബ്രീച്ച് ദെയർ ഓഫ് ദ ലെസർ മേ റീ എൻറ്റർ. എന്തെങ്കിലും ഒരു ബ്രീച്ച്, അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷനുണ്ട്, എക്സ്പ്രസ് കണ്ടീഷൻ തന്നെയുണ്ട്. ലെസ്സി എന്തെങ്കിലും ബ്രീച്ച് ചെയ്താൽ ലെസർക്ക് തിരിച്ചു കയറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സി ബ്രീച്ച് ചെയ്തു, ആ പറഞ്ഞ കാര്യം ബ്രീച്ച് ചെയ്താൽ ലെസറിന് ആ പ്രോപ്പർട്ടിയിലോട്ട് തിരിച്ചു കയറാം. ലീസൊക്കെ ടെർമിനേറ്റ് ആവുകയാണ്, ഫോർഫിറ്റ് ചെയ്യുകയാണ്. അടുത്ത രണ്ടാമത്തെ, ഇൻ കേസ് ഓഫ് ലെസി റിനൗൺസസ് ഹിസ് ക്യാരക്ടർ ആസ് സച്ച് ബൈ സെറ്റിംഗ് അപ്പ് എ ടൈറ്റിൽ ഇൻ ദ തേർഡ് പേഴ്സൺ ഓർ ക്ലെയിമിംഗ് ദ ടൈറ്റിൽ ഇൻ ഹിംസെൽഫ്. ലെസ്സിയുടെ ക്യാരക്ടർ റിനൗൺസ് ചെയ്ത ലെസ്സി പറയാണ്, അത് വാങ്ങിച്ച ആൾ, ലീസിന് ഇരിക്കുന്ന ആൾ പറയാണ്, അത് നിങ്ങൾക്ക് ടൈറ്റിലില്ല, അത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയാണ് ലെസറിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ പറയുന്നത് ഇത് നിങ്ങളെ പ്രോപ്പർട്ടി അല്ല, അത് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്, ഞാൻ നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ലീസ് ഫോർഫീറ്റ് ചെയ്യാണ്. മൂന്നാമത്തത്, ലെസ്സി എന്ന് പറയുന്നത് ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ, അയാളൊരു പാപ്പരായി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെസർക്ക് റീ എൻറ്റർ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസിന് ഇത്രയും കണ്ടീഷൻസാണ്, ഈ 3 കാര്യങ്ങളാണുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെസർക്ക് ആ വെയ്വ് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർഫീറ്റ് ചെയ്യും. അങ്ങനെ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോർഫീറ്റ് വെയ്വ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് 112-നകത്താണ് പറയുന്നത്. അതാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ വായിക്കാം. വെയ്വർ ഓഫ് ഫോർഫീച്ചർ.
എ ഫോർഫീച്ചർ അണ്ടർ 111 ക്ലോസ് G ഈസ് വെയ്വ്ഡ് ബൈ അക്സെപ്റ്റൻസ് ഓഫ് റെൻറ്റ് വിച്ച് ഹാസ് ബിക്കം ഡ്യൂ സിൻസ് ദ ഫോർഫീച്ചർ. അതായത് ജെസ്സി തരുന്നില്ല റെൻ്റൊന്നും, പക്ഷേ ലെസർ ആക്സെപ്റ്റ് ചെയ്യാണ് ഈ ബാലൻസ് എമൗണ്ട് തരാതെ കുറേ നാളിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ കൊണ്ട് പൈസ തരുന്നു. പൈസ തരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ഫോർഫീച്ചർ കഴിഞ്ഞു, മാറിയതായിട്ട് കണക്കാക്കും. ഓർ അടുത്തത് ബൈ ഡിസ്ട്രസ് ഓഫ് സച്ച് റെൻറ്റ്. ഡിസ്ട്രസ് ഓഫ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് ലോഡ് പറയണം, അപ്പോൾ 1000 രൂപ തരാറുണ്ട്. ലാൻഡ് ലോഡ് എന്ത് ചെയ്ത് അവൻ്റെ റെൻറ്റഡ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് അവൻ വാഴ നട്ടിരിക്കുകയാണ്, 10 വാഴ, 10 കൊല വെട്ടിയെടുത്തുകൊണ്ട് അങ്ങ് പോയി 1000 രൂപയ്ക്ക് പകരമായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ റെൻറ്റ് പോയി, ഫോർഫിറ്റായി. ഫോർഫിറ്റല്ല, ഫോർഫീച്ചർ വേവായി. അടുത്ത ഓർ ബൈ എനി അതർ ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ ലെസർ ഷോയിങ് ആൻ ഇൻറ്റൻഷൻ ടു ട്രീറ്റ് ദ ലീസ് ആസ് സബ്സിസ്റ്റിംഗ്. മറ്റെന്തെങ്കിലും ഒരു ആക്ട് ആ ലീസ് സബ്സിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ട് ലെസർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് വേവ് ചെയ്യുന്നത്, ആ കണ്ടീഷൻസിനെയൊക്കെ വേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? അക്സെപ്റ്റൻസ് ഓഫ് റെൻറ്റ് വിച്ച് ഹാസ് ബിക്കം ഡ്യൂ സിൻസ് ദ ഫോർഫീച്ചർ നമ്മൾ പറഞ്ഞു. ഡിസ്ട്രസ് ഓഫ് സച്ച് റെൻറ്റ് പറഞ്ഞു. 3 ദ ആക്ട് ഓഫ് ദ പാർട്ട് ഓഫ് ദ ലെസർ ഷോയിങ് ആൻ ഇൻറ്റൻഷൻ ടു ട്രീറ്റ് ദ ലീസ് ആസ് സബ്സിസ്റ്റിംഗ്. അപ്പോൾ ഇത് 3 ഇത് വേവ് ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 112 സെക്ഷൻ 112 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്താണ് പറയുന്നത്. അപ്പോൾ 32 എന്ന് പറയുന്നത് ഡി ആൻസർ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ ആൾട്രേഷൻ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? അതിനകത്ത് 4 ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ വായിച്ച് നോക്കുക. ഈ മെറ്റീരിയൽ ആൾട്രേഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെക്ക് കിട്ടുന്ന ആൾ അതിൻ്റെ അകത്തൊരു ആൾട്രേഷൻ വരുത്തുകയാണ്. അതായത് ആ ആൾട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ചെക്കിനെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള, അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ആൾട്രേഷൻ നടത്തിയാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നാണ്. അത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 87 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിനകത്താണ്. എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ ആൾട്രേഷൻ, അത് മെറ്റീരിയൽ എന്നൊരു വാക്കുണ്ട്. എനി മെറ്റീരിയൽ ആൾട്രേഷൻ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് renders the same void as against anyone who is a party thereto at the time of making such alteration and does not consent thereto unless it was made in order to carry out the common intention of the original parties. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ആൾട്രേഷൻ, ഒരു ആൾ ചെക്ക് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പം അയാളെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് ഒരു മെറ്റീരിയൽ ആൾട്രേഷൻ വരുത്താൻ പാടില്ല. പക്ഷേ ഓത്തറൈസ്ഡ് ബൈ ലോ ആണെന്നുണ്ടെങ്കിൽ അത് വരുത്താം. അല്ലെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഓഫ് ദ ഒറിജിനൽ പാർട്ടി, ആ ഒറിജിനൽ കൊടുക്കുന്ന ആൾ പറയാണ് നീ ഇങ്ങനെ ആൾട്രേഷൻ വരുത്തിക്കോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലോ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാമെന്ന്. അപ്പോൾ ഇൻക്വയറ്റ് ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ക്രോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതൊക്കെ ലോ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ജനറൽ ക്രോസിനെ സ്പെഷ്യൽ ക്രോസ് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിലൊന്നും കൈകടത്താൻ പറ്റില്ല. അതൊക്കെ ലോ ഓതറൈസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള അല്ലാത്ത മെറ്റീരിയൽ ആൾട്രേഷൻസ് വരുത്താനായിട്ട് കൺസെൻറ്റ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ പാർട്ടി കൺസെൻറ്റ് ചെയ്തിട്ടുള്ള, പിന്നെ ഇതിൻ്റെ അകത്ത് ലൈബിലിറ്റീസ് വരും. ഇപ്പോൾ ഒരാൾ വേറൊരാൾക്ക് ചെക്ക് കൊടുക്കുകയാണ്, ആ ചെക്ക് വേറൊരാൾക്ക് കൊടുക്കുകയാണ് അയാൾ. അപ്പം ഫോർ എക്സാമ്പിൾ എ ബിക്ക് കൊടുത്ത്, ബി സിക്ക് കൊടുത്ത്, സിക്ക് ഡിക്ക് കൊടുത്ത്, ഡി ആണ് മെറ്റീരിയൽ ആൾട്രേഷൻ വരുത്തിയത്, ഡി മാത്രമേ ലൈബിളാവൂ. അല്ലാന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പറഞ്ഞിട്ട് പറയുകയാണ്, ബിയുടെ അടുത്ത് പറയുകയാണ് ഓക്കെ നിങ്ങൾ ഇത്രയും ആൾട്രേഷൻ ഇന്ന സമയത്ത് ഇന്ന പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വരുത്തിക്കൊള്ളാൻ പറഞ്ഞാൽ ബിക്ക് എന്ത് ചെയ്യാം, അത് സിയുടെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നത് സി ഇങ്ങനെ ബി എ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുത്താനെന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ പാർട്ടിയുടെ കൺസെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ്, അത് ആവാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡി കയ്യിൽ ചെക്കിരിക്കുകയാണ്, സി ആണ് അതിൻ്റെ അകത്ത് ഒരു കളി കളിച്ചത്. സി പറയുന്നത് നിങ്ങൾ മെറ്റീരിയൽ ആൾട്രേഷൻ വരുത്തിക്കോ എന്ന് പറഞ്ഞാൽ ഡി അത് വരുത്തി ആര് ലൈബിളാവും? സി ആണ് ലൈബിളാവുന്നത്. അങ്ങനെയുള്ള ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ആൾട്രേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആൾട്രേഷൻ, അതായത് ഒറിജിനൽ കൊടുക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ലോ പറയുന്ന രീതിയിലല്ലാത്ത രീതിയിലുള്ള ആൾട്രേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇറ്റ് ഈസ് ഓയിഡ് ആസ് എഗെയിൻസ്റ്റ് എനി വൺ ഹൂ ഈസ് എ പാർട്ടി ദെയർ ടു അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് സച്ച് ആൾട്രേഷൻ ആൻഡ് ഡസ് നോട്ട് കൺസെൻറ്റ് ദെയർ ടു. അപ്പോൾ ഇതാണ് ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 33 ബി. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. നോ സൂട്ട് അണ്ടർ സെക്ഷൻ 6 ഓഫ് ദ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 ഷാൾ ബി ബ്രോട്ട് അഗെയിൻസ്റ്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സെക്ഷൻ 6 ഒന്ന് വായിച്ച് നോക്കാം. സെക്ഷൻ 6-നകത്ത് എന്ത് പറയുന്നു എന്ന് നോക്കാം.
suit by persons dispossessed of immovable property. If any person is dispossessed without his consent of immovable property otherwise than in due course of law, he or any person claiming through him may by suit recover possession thereof, notwithstanding any other title that may be set up in such suit. No, അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് പറയാം. No suit under this section shall be brought A. after the expiry of 6 months from the date of dispossession, or B. against the government. മൂന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നത് നോ അപ്പീൽ ഷാൽ ലൈ ഫ്രം എനി ഓർഡർ ഓർ ഡിക്രി പാസ്ഡ് ഇൻ എനി സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദിസ് സെക്ഷൻ, നോർ ഷാൽ എനി റിവ്യൂ ഓഫ് എനി സച്ച് ഓർഡർ ഓർ ഡിക്രി ബി അലൗഡ്. എൻ്റെ നാലാമത്തേൽ പറഞ്ഞിട്ടുണ്ട് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ ബാർ എനി പേഴ്സൺ ഫ്രം സൂയിങ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ടൈറ്റിൽ ടു സച്ച് പ്രോപ്പർട്ടി ഓർ ടു റിക്കവർ പൊസഷൻ ദെയർ ഓഫ്. ഈ 4 തൊട്ട് തുടങ്ങാം. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ടൈറ്റിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കേസ് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും. അതിന് ലിമിറ്റേഷൻ പീരീഡ് ഈ ലിമിറ്റേഷൻ പീരീഡും അല്ല, ഈ 6 മാസവും അല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്? നമുക്ക് ടൈറ്റിലില്ലാത്ത പ്രോപ്പർട്ടിയിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ ഓണർ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തെ സമയമേ ഉള്ളൂ അവർക്ക് അതിനെതിരെ സൂട്ട് ഫയൽ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ആണെങ്കിലോ സർക്കാർ പുറംപോക്കിൽ നമ്മൾ കയറി വീട് വെച്ച് കെട്ടി താമസിക്കുകയാണ്. സർക്കാർ നമ്മളവിടെ നിന്ന് പിടിച്ച് എവിക്റ്റ് ചെയ്യിപ്പിച്ചു, അടിച്ചോടിച്ചു, കേസ് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ഓർഡർ പാസ്സാക്കി, ആ പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീലില്ല, അതിനെതിരെ റിവ്യൂ ഇല്ല. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, അതാണ് സെക്ഷൻ 6 പറയുന്നത്. പക്ഷേ ടൈറ്റിൽ ക്ലെയിം ചെയ്യുന്നതിലൊന്നും യാതൊരു തടസ്സമില്ല. നമുക്ക് ടൈറ്റിൽ ഉണ്ട്, നമുക്ക് കേസ് കൊടുത്ത് നമുക്ക് റെക്കോർഡ്സ് ഷോ ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിലീഫ് വാങ്ങിക്കാൻ സാധിക്കും. അതിനൊന്നും ഒരു തടസ്സമില്ല. ഒരു ടൈറ്റിലും ഇല്ലാത്ത സ്ഥലത്ത് കയറി കിടക്കുമ്പോഴേ ഈ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാണ്? എ സെൻട്രൽ ഗവൺമെൻറ്, ബി സ്റ്റേറ്റ് ഗവൺമെൻറ്, സി ദ ഗവൺമെൻറ്, ഡി ദ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. നമ്മളിപ്പോൾ ഇത് വായിച്ചു, ഗവൺമെൻറ്റാണ്, ദ ഗവൺമെൻറ്. ഇപ്പം ഏത് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ്. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ വിത്തൗട്ട് അതോറിറ്റി ബൈസ് ഗുഡ്സ് ഫോർ ബി, ആഫ്റ്റർവേഡ്സ് ബി സെയിൽസ് ദം ടു സി ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്, ബീസ് കണ്ടക്റ്റ് ഇംപ്ലൈസ്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ബിയുടെ അതോറിറ്റി ഇല്ലാതെ ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ബിയുടെ സെർവൻ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ ബി ഒന്നും പറഞ്ഞില്ല, കുറച്ച് പൈസ തന്നു, നമ്മൾ കൊണ്ടുപോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, നിറച്ച് സാധനമായിട്ട് ബിയുടെ മുമ്പ് ചെല്ലും. ബി കണ്ട് നമ്മളെ കണ്ടന്തം വിട്ടു. ആഫ്റ്റർവേഡ്സ് ബി സെയിൽസ് ദം ടു സി. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ബി അതെല്ലാം കൂടെ എടുത്ത് വാങ്ങിച്ചങ്ങ് വെച്ചു, എന്നിട്ട് അത് സിക്ക് വിറ്റു. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ബിയുടെ കണ്ടക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. അത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ റാറ്റിഫിക്കേഷനാണ് നമ്മൾ സാധുവാക്കൽ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധുവാക്കൽ. ഒരു അസാധുവാവേണ്ട ഒരു കാര്യമാണെങ്കിൽ ചിലർക്ക് സാധുവാക്കാം ചില സാഹചര്യങ്ങളിൽ. ആ റാറ്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്ന 197 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. റാറ്റിഫിക്കേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. നമ്മൾ ഈ സാധുവാക്കുന്നതെന്ന് പറയുന്നത് അത് ഒന്നുകിൽ എക്സ്പ്രസ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കാലുള്ള പ്രവൃത്തിയാലുള്ള, ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലുള്ള. അപ്പോൾ റാറ്റിഫിക്കേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഓർ മേ ബി ഇംപ്ലൈഡ് ഇൻ ദ കണ്ടക്റ്റ് ഓഫ് ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ ആക്ട് ആർ ഡൺ. റാറ്റിഫിക്കേഷൻ, അതാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 2 എക്സാമ്പിൾ നോക്കിയാൽ എ വിത്തൗട്ട് അതോറിറ്റി ബൈസ് ഗുഡ്സ് ഫോർ ബി, ആഫ്റ്റർവേഡ്സ് ബി സെൽസ് ദം ടു സി ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. ബീസ് കണ്ടക്റ്റ് ഇംപ്ലൈസ് എ റാറ്റിഫിക്കേഷൻ ഓഫ് ദ പർച്ചേസ് മെയ്ഡ് ബൈ ഹിം ബൈ എ. അത് എന്ന് പറയുന്നത് അതൊരു റാറ്റിഫിക്കേഷനാണ്, ആ കണ്ടക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇംപ്ലൈഡ് റാറ്റിഫിക്കേഷനാണ്. ഇംപ്ലൈഡ് റാറ്റിഫിക്കേഷൻ, അതായത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രസ് റാറ്റിഫിക്കേഷൻ അല്ല. അയാളങ്ങ് ചെയ്തു, നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് വേറൊരാൾക്ക് കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ ഓക്കെ, അത് ഓക്കെ. അപ്പോൾ എ വിത്തൗട്ട്, അത് അടുത്ത ഓപ്ഷനാണ് എ വിത്തൗട്ട് അതോറിറ്റി. അടുത്ത എക്സാമ്പിൾ എ വിത്തൗട്ട് ബീസ് അതോറിറ്റി, അതായത് എ എന്ന് പറയുന്നത് ബിയുടെ ഒരു അതോറിറ്റി ഇല്ലാതെ തന്നെ ലെൻസ് ബീസ് മണി ടു സി, ബിയുടെ പൈസ എടുത്ത് സിക്ക് കൊടുത്തു. അവസാനം ആഫ്റ്റർവേഡ്സ് ബി അക്സെപ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ മണി ഫ്രം സി കൊണ്ടുവന്നിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, ആ വാങ്ങിച്ചതിൻ്റെ ആ കൊടുക്കുന്നത് ബിക്കാണ് കൊടുക്കുന്നത്.
ബിയുടെ പൈസയാണല്ലോ. അപ്പോൾ ബിക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ബി അത് രണ്ട് കൈ നീട്ടി അങ്ങ് വായിച്ചു. ആദ്യം എ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ബിക്ക് എക്കെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു. നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്ത് ഇതത്രയും വാങ്ങിക്കുമെന്നും പറയുന്നു. പക്ഷേ പൈസ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റിങ് വാങ്ങിച്ചെടുത്തു. അത് വാങ്ങിച്ചെടുക്കുമ്പോൾ തന്നെ അതൊരു റാറ്റിഫിക്കേഷനായി മാറി. അതായത് എയുടെ കണ്ടക്റ്റ് അതൊരു ഇല്ലീഗൽ കണ്ടക്റ്റ് ആയിരിക്കാം, പക്ഷേ അതിനെ ബി റാറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ റാറ്റിഫിക്കേഷൻ ഓഫ് ദ പർച്ചേസ് മെയ്ഡ് ഫോർ ഹിം ബൈ എ. ഇതാണ് ആൻസർ. അപ്പോൾ എ ആണ് ആൻസർ. 35ാമത്തെ ആൻസർ എ ആണ്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എവരി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻറ്റ് ടു ഡിഫീറ്റ് ഓർ ഡിലേ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ ഷാൾ ബി ഡാഷ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് എനി ക്രെഡിറ്റർ സോ ഡിഫീറ്റഡ് ഓർ ഡിലേഡ്. ഒരു ക്രെഡിറ്ററെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാൾ അയാളുടെ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതങ്ങ് ട്രാൻസ്ഫർ ചെയ്യണം. അത് എന്താണ് അതിൻ്റെ കാര്യം? അത് അതിൻ്റെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓയിഡ് ആണോ, വാലിഡ് ആണോ, ഇൻവാലിഡ് ആണോ, ഓയിഡബിൾ ആണോ എന്നൊക്കെ നോക്കാം. ഇത് പറയുന്നത് ഫ്രോഡിലൻ്റ് ട്രാൻസ്ഫർ സെക്ഷൻ 53 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്താണ്. സെക്ഷൻ 53 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, എവരി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മെയ്ഡ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിഫീറ്റ് ഓർ ഡിലേ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ ഷാൾ ബി ഓയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് എനി ക്രെഡിറ്റർ സോ ഡിഫീറ്റഡ് ഓർ ഡിലേഡ്. Nothing is in subsection shall impair the rights of the transferee in good faith and for consideration. Nothing in subsection shall affect any law for the time being in force relating to insolvency. A suit instituted by the creditor which term includes a decree holder whether he has or has not applied for execution of his decree to avoid a transfer on the ground that it has been made with the intent to defeat or delay the creditors of the transferor shall be instituted on behalf of or for the benefit of all the creditors. ഇതിൻ്റെ അത് പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓയിഡബിൾ ആണ്. ആരാണ് അതിന് ആരുടെ ഓപ്ഷനാണ്? ക്രെഡിറ്ററിൻ്റെ. അപ്പോൾ ക്രെഡിറ്ററാണ് ചതിക്കപ്പെട്ടത്. ആ ചതിക്കപ്പെട്ട ആൾ എന്തുവാണോ തീരുമാനിക്കുക. അയാൾക്ക് കേസ് കൊടുത്തിട്ട് അത് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാം, അയാൾക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട് അവരെയൊക്കെ പാർട്ടിയാക്കിക്കൊണ്ട്. അത് ഓയിഡബിൾ ആണ്. അതായത് ഒന്നുകിൽ അത് ഓയിഡാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആക്കാം. അയാൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ക്രെഡിറ്റർ വിചാരിക്കണം ഓക്കെ എനിക്ക് പ്രശ്നമില്ലാന്ന് വെച്ചാൽ തീർന്നു, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് ഗുഡ് ഫെയ്ത്തോടു കൂടി ഇത് നോളജൊന്നും ഇല്ലാതെ വാങ്ങിക്കുന്ന ട്രാൻസ്ഫർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, ബാധകമല്ല. അതുപോലെ തന്നെ ഇൻസോൾവൻസി പ്രൊസീഡിങ്സിനും ഇത് ബാധകമല്ല. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റർക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റേഴ്സ് ചതിക്കപ്പെട്ടാൽ ആ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റേഴ്സിന് വേണ്ടി ഒരു ക്രെഡിറ്റർക്ക് കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. ഇത്രയാണ് ഈ ഫ്രോഡുലൻ്റ് ട്രാൻസ്ഫറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓയിഡബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറോ സി. അടുത്ത ക്വസ്റ്റ്യൻ 37 ആണ്. എ റിലീഫ് ക്ലെയിംഡ് ഇൻ ദ പ്ലെയിൻറ്റ് വാസ് നോട്ട് എക്സ്പ്രസ്ലി ഗ്രാൻറ്റഡ് ബൈ ദ ഡിക്രി. ദ റിലീഫ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ. ഒരു ഡിക്രിയിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ അകത്ത് തമ്മിലൊരു റിലീഫ് ചോദിച്ചിരുന്നു. ആ റിലീഫിനെ കുറിച്ച് ഒന്നും ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ്. അത് ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാനിത് റെസ്റ്റുഡിക്കേറ്റ എന്ന് പറയുന്ന സെക്ഷൻ 11 CPCക്കകത്ത് വരുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ 5-നകത്ത് റെസ്റ്റുഡിക്കേറ്റ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ 5-നകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എനി റിലീഫ് ക്ലെയിംഡ് ഇൻ ദ പ്ലെയിൻറ്റ് വിച്ച് ഈസ് നോട്ട് എക്സ്പ്രസ്ലി ഗ്രാൻറ്റഡ് ബൈ ദ ഡിക്രി ഷാൾ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ ബി ഡീംഡ് ടു ഹാവ് ബീൻ റെഫ്യൂസ്ഡ്. അത് റെഫ്യൂസ് ചെയ്തതായിട്ട് കണക്കാക്കും. അതുകൊണ്ട് തന്നെ വേറൊരു സൂട്ട് ഫയൽ ചെയ്തിട്ട് ആ സൂട്ടിനകത്ത് നമ്മൾ മുൻപ് ചോദിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് കേസ് കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം അത് റെഫ്യൂസ് ചെയ്തതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? സി ആണ്. 37ാമത്തെ ആൻസർ സി ആണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു അപ്പീൽ ഈസ് എ. 4 ഓപ്ഷൻ ഉണ്ട്. ഇത് അപ്പീൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ CPCയിലും CRPCയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായും സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർ ഈസിയാണ്. എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. അപ്പോൾ 38 എ. 39ാമത്തത് സെക്ഷൻ 62 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡീൽസ് വിത്ത് ഡാഷ്.
ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, നോവേഷൻ, ജോയിൻ്റ് ലയബിലിറ്റി, ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. നമുക്ക് അതിൻ്റെ ആൻസർ സെക്ഷൻ 62 തന്നെ നോക്കാം. 62ൽ പറയുന്നത് എഫക്റ്റ് ഓഫ് നോവേഷൻ, റിസിഷൻ ആൻഡ് ആൾട്രേഷൻ ഓഫ് കോൺട്രാക്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് അഗ്രി ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്റ്റ് ഫോർ ഇറ്റ് ഓർ റിസിൻഡ് ഓർ ആൾട്രേറ്റ് ദ ഒറിജിനൽ കോൺട്രാക്റ്റ് നീഡ് നോട്ട് ബി പെർഫോംഡ്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ട് നമ്മൾ തമ്മിൽ, പക്ഷേ അത് പിന്നെ പുതുക്കി സബ്സിക്വൻ്റ്ലി ആ സൂട്ട് പുതുക്കി, അല്ലെങ്കിൽ അത് വേരി ചെയ്തു, അതിൻ്റെ കണ്ടീഷൻസൊക്കെ വേരി ചെയ്യുമ്പോഴത്തേക്ക് അത് പിന്നെ പുതിയൊരു കോൺട്രാക്റ്റാണ്, പുതിയൊരു എഗ്രിമെൻ്റാണ്. അപ്പോൾ അത് ഫ്രഷ് എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എഫക്റ്റ് ഓഫ് നോവേഷൻ. നോവേഷൻ എന്നാണ് അറിയപ്പെടുന്നത് 62. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദ ഒറിജിനൽ കോൺട്രാക്റ്റ് നീഡ് നോട്ട് ബി പെർഫോംഡ്. അപ്പോൾ ഒറിജിനൽ കോൺട്രാക്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് പിന്നെ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. എ എന്ന് പറയുന്നത് ബിക്ക് കടമായിട്ട് 1000 രൂപ കൊടുക്കാനുണ്ട്, സിക്ക് 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ബിയും എയും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്, ബിയും സിയും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ബി എയോട് പറയാണ് എനിക്ക് തരണ്ട കോൺട്രാക്റ്റ്, പൈസ തരണ്ട, പകരം ആ പൈസ അങ്ങ് സിക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു കോൺട്രാക്റ്റാണ്. ആ പഴയ നമ്മളെ എക്ക് ബിക്ക് കൊടുക്കാനുള്ള ആ കോൺട്രാക്റ്റ് അവിടെ തീരെയാണ്, പുതിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ എ ഇനി സിക്ക് കൊടുത്താൽ സി പറയണം എ പറയണം എനിക്കത് പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത് പറഞ്ഞ കാര്യം വാലിഡ് അല്ല, ആ പഴയ കോൺട്രാക്റ്റിനെ നിലനിൽക്കും. എക്ക് ഇനി ബിക്ക് കൊടുത്താൽ മതി പൈസ. അതേസമയം എ ബിക്ക് പൈസ കൊടുക്കാറുണ്ട്, 1000 രൂപ കൊടുക്കാറുണ്ട്. അത് കഴിച്ചാൽ അവരെന്തെങ്കിലും ഒരു ആൾട്രേഷൻ വരുത്തി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയൊരു എഗ്രിമെൻറ്റോ പുതിയൊരു രീതിയോ ഒക്കെ മാറി. അപ്പോഴത്തേക്ക് ആ രണ്ടുപേരും അത് കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കൊടുക്കുന്ന ആ ഒരു ഇത് കംപ്ലൈ ചെയ്താൽ ആദ്യത്തെ ആ എക്ക് ബിക്ക് കൊടുക്കാനുള്ള 1000 രൂപ എന്ന് പറയുന്ന ആ കോൺട്രാക്റ്റ് അവിടെ തീരെയാണ്. അപ്പോൾ അതിനെയാണ് എഫക്റ്റ് ഓഫ് നോവേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 62 എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ കൃത്യമായിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് നോവേഷനാണ്, ബി നോവേഷൻ, അതാണ് കറക്റ്റ്. അടുത്ത 40ാമത്തത്, ആൻ ആപ്ലിക്കേഷൻ വാസ് ഫൈൽഡ് ബൈ ദ പ്ലെയിൻറ്റിഫ് ടു വിഡ്രോ എ സൂട്ട് വിത്ത് ദ പെർമിഷൻ ടു ഫയൽ എ ഫ്രഷ് സൂട്ട് ഓൺ ദ സെയിം കോസ് ഓഫ് ആക്ഷൻ. ദ മുൻസിഫ് റെഫ്യൂസ്ഡ് പെർമിഷൻ ആൻഡ് ഡിസ്മിസ്ഡ് ദ സൂട്ട്. ദ ഓർഡർ ഈസ്. ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ലീഗൽ, ഇംപ്രോപ്പർ, പ്രോപ്പർ, ഇല്ലീഗൽ. ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് ഡി ഇല്ലീഗൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു സെക്ഷനാണ്. ഈ ഓർഡർ 23-ക്കകത്താണ്, CPC-ക്കകത്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വ്യക്തമായിട്ടും പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അത് വിഡ്രോവൽ ഓഫ് ദ സൂട്ട് ബൈ ദ പ്ലെയിൻറ്റിഫ് ആൻഡ് ലിബർട്ടി ടു ഫയൽ എ ഫ്രഷ് സൂട്ട്. അതിൻ്റെ അകത്ത് ഓർഡർ 23 റൂൾ സബ്ക്ലോസ് 3-ക്കകത്താണ് ഇത് പറയുന്നത്. വേർ ദ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ സൂട്ട് മസ്റ്റ് ഫെയിൽ ബൈ റീസൺ ഓഫ് സം ഫോർമൽ ഡിഫക്റ്റ്. സൂട്ടിനകത്ത് എന്തെങ്കിലും ഫോർമൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ that there are sufficient grounds for allowing the plaintiff to institute a fresh suit for the subject matter of the suit as the part of claim. അങ്ങനെ എന്തെങ്കിലും ഒരു സഫീഷ്യൻറ്റ് റീസൺ ഉണ്ടെങ്കിൽ ഇറ്റ് മേ ഓൺ സച്ച് ടൈംസ് ആസ് തിങ്ക് ഫിറ്റ് ഗ്രാൻഡ് ദ പ്ലെയിൻറ്റിഫ് ടു പെർമിഷൻ ടു വിഡ്രോ ഫ്രം ദ സച്ച് സൂട്ട് ഓർ such a part of the claim with the liberty to institute a fresh suit in respect of subject matter of the suit or such a part of the claim. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സഫീഷ്യൻറ്റ് ഫോർമൽ ഡിഫക്റ്റും സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സുമാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ഈ ഫോർമൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, എന്ത് വേണമെങ്കിലും വരാം. ഒരു സൂട്ട് ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊരു ഫോർമൽ ഡിഫക്റ്റാണ്. അതിൻ്റെ അകത്ത് കോസ് ഓഫ് ആക്ഷൻ ഇല്ല എങ്കിൽ, പിന്നെ ഉള്ളത് വാല്യുവേഷൻ ഓഫ് ദ സൂട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണ്. നോട്ടീസ് അയച്ചില്ല, സെക്ഷൻ 80 ഗവൺമെൻറ്റിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ നോട്ടീസ് അയക്കണം, നോട്ടീസ് അയച്ചിട്ടില്ല, അപ്പോൾ അവർക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ കോർട്ട് ഫീ പ്രോപ്പർ അല്ല. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സൂട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൽ കൺഫ്യൂഷനാണ്. അത് പ്രോപ്പറായിട്ട് കോടതിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിസ്ജോയിൻറ്റർ ഓഫ് പാർട്ടീസാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഫോർമൽ ഡിഫക്റ്റാണ്. അപ്പോൾ ആ ഒരു രീതി വരുമ്പോൾ കോടതിക്ക് അത് അലോ ചെയ്ത് കൊടുത്തിട്ട് ഫ്രഷ് സൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആൻസർ എന്താണ്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ചോദിച്ചിരിക്കുന്ന ആ ഓർഡർ എന്താണെന്നാണ്. അങ്ങനെ അലോ ചെയ്യാനായിട്ട് കോടതി സമ്മതിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ എന്നാണ്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതെന്താണ് ഓർഡർ 23 എന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി.
നമ്മളിതിനകത്ത് കൂടുതൽ തകല പുകഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല.